മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളത്തിലെ ജനതയ്ക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം. ജൈവകൃഷിയിൽ അനുവർത്തിക്കേണ്ടി വരുന്ന പുതിയ കാർഷിക മുറകൾ, തത്വങ്ങൾ, ശാസ്ത്രീയ വശങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ പല വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ജൈവകൃഷിയുടെ പ്രസക്തി ആർജിച്ചിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഒരുപാട് ഒട്ടനവധി സാങ്കേതിക വിദ്യകൾ, പുതിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കൃഷിയിടത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പുതിയൊരു ജൈവ വിഭവം തന്നെയാണ് ഇന്ന് നിങ്ങൾക്കായി കൃഷിദർശൻ ഒരുക്കുന്നത്. പാരിസ്ഥിതിക പരിവർത്തനം അഥവാ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു തത്വം. പ്രകൃതിയുടെ മുഴുവൻ ശക്തികളെയും അണിനിരത്തിക്കൊണ്ട് ജൈവിക കൃഷിയിൽ കീടരോഗ നിയന്ത്രണം പൂർണ്ണ അർത്ഥത്തിൽ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഈ തത്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വളരെ സീനിയറായിട്ടുള്ള കൃഷി ഓഫീസറായ ശ്രീ PG കൃഷ്ണകുമാർ സാറാണ്. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, സാറിൻ്റെ കരിയറിൽ തന്നെ മുഴുവൻ സമയവും കർഷകരോട് ഇടപഴകി നല്ലൊരു കർഷകൻ്റെ സുഹൃത്തായി മാറിയ വളരെ നല്ലൊരു വ്യക്തിത്വമാണ് PG കൃഷ്ണകുമാർ സാറ്. സാറിന് 2008 ഏറ്റവും നല്ല കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ്, കർഷകമിത്ര അവാർഡ് നേടുകയുണ്ടായി. അത് സാറിൻ്റെ ഒരുപാട് നല്ല അവാർഡ് പോലെയുള്ള മഹത്തരമായ കാര്യങ്ങളിൽ ഒരു പൊന്തൂവൽ അധികമായിട്ട് ചേർത്തിട്ടുള്ളതാണ് ഈ അവാർഡ്. അതുകൂടാതെ തന്നെ ജൈവ കൃഷിയിൽ നെല്ലിൽ വിൽവാദ്രി എന്ന് പറയുന്ന ജൈവ ബ്രാൻഡോടുകൂടി ഒരു നെല്ലിന് പാടശേഖര സമിതിയുടെ സഹായത്തോടുകൂടി സാറിൻ്റെ കയ്യൊപ്പോടുകൂടിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ അത് പുറത്തിറക്കിയത്. ഇപ്പോഴും വിപണിയിൽ ഈ ജൈവ അരി ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് ആശങ്കകളുള്ള ഈ അവസരത്തിൽ ഇത്തരം ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. സാറിനെ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമ്മൾ ഈ ഒരു ഫോൺ ഇൻ ലൈവ് പ്രോഗ്രാമിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുണ്ട്. പാരിസ്ഥിതിക പരിവർത്തനം എന്ന് പറയുന്നത് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇത് പാരിസ്ഥിതിക പരിവർത്തനം? എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് അഥവാ പരിസ്ഥിതി പരിവർത്തനം, മലയാളത്തിൽ നമുക്ക് അങ്ങനെയും വിളിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു വിള അല്ലെങ്കിൽ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ആ ചെടിക്ക് വളരാൻ വേണ്ട ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചെടിയെ സംബന്ധിച്ച് ചെടിക്ക് രണ്ട് ലോകമാണുള്ളത്. മണ്ണിൻ്റെ അടിയിലൊരു ലോകം, മണ്ണിൻ്റെ മുകളിലൊരു ലോകം. പലപ്പോഴുമല്ല നമ്മൾ കാണുന്നത് മണ്ണിൻ്റെ മുകളിലുള്ള ലോകമാണ്. മണ്ണിൻ്റെ താഴെ എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാര്യം അറിയാം, ഒരു ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയിൽ മണ്ണിൻ്റെ അടിയിലുള്ള ലോകം വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് പകുതിയിൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ മനഃപൂർവ്വമായിട്ടുള്ള നമ്മളൊരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇടപെടൽ നടത്തി മുകളിലത്തെ ലോകവും താഴത്തെ ലോകവും ചെടിക്ക് വളരെ ഭംഗിയായ രീതിയിൽ, വളരെ വിജയകരമായ രീതിയിൽ അതിൻ്റെ ഒരു ജീവിത ചക്രം പൂർത്തിയാക്കിക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇതാണ് ചുരുക്കത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് പരിസ്ഥിതി പരിവർത്തനം എന്നതിനെക്കുറിച്ച് നമുക്ക് ചുരുക്കത്തിൽ പറയാനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ വിളകളിൽ പ്രധാനമായിട്ടും ഉള്ള വിളകൾ പറഞ്ഞാൽ നെല്ല്, അത് കഴിഞ്ഞാൽ വാഴ, തെങ്ങ്, വാഴ, പച്ചക്കറി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിൽ ആ ഒരു ശ്രേണിയിൽ വരുമ്പോൾ. അപ്പോൾ നെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് സാറിൻ്റെ ഭാഗത്ത് പാലക്കാട് ആ ജില്ലയിലൊക്കെ വളരെ നന്നായിട്ട് ഇതിൻ്റെ രീതികൾ അനുവർത്തിച്ച് വരുന്നതായിട്ട്. അതൊന്ന് വിശദമാക്കാം. നെല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം ഇതിന് ആവശ്യമില്ല. അപ്പം നെല്ലിൻ്റെ ചുറ്റും അതിർത്തിയിലെ ബണ്ടിൽ പൂക്കളുടെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൂക്കളുടെ ഒരു നിര നമ്മൾ സൃഷ്ടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പൂക്കളുടെ നിര സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കീടങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ശല്യം, കീടങ്ങളെ സംബന്ധിച്ച് കീടങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെന്നുള്ളൂ. വൈരാഗ്യബുദ്ധി അവർക്കില്ലല്ലോ. വൈരാഗ്യബുദ്ധി ഉള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് വൈരാഗ്യബുദ്ധി ഇല്ലാത്ത കാരണം അവർക്ക് ഭക്ഷണം കിട്ടിയാൽ മതി. അപ്പോൾ പൂക്കളുടെ നിര നമ്മൾ ഒപ്പിച്ചു കൊടുക്കുമ്പം അവർക്ക് പൂമ്പൊടിയായിട്ടും പൂന്തേനായിട്ടും അവർക്കുള്ള ഭക്ഷണം കിട്ടി. അപ്പോൾ അവരുടെ ശ്രദ്ധ അതിലേക്ക് മാറുകയും ചെയ്തു, നമ്മുടെ വിള രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ ഒരു കാര്യം വെച്ച് നമ്മൾ ആ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പാലക്കാടിലെ ഇപ്പോൾ ഞങ്ങൾ ബണ്ടിലൂടെ തുവര കൃഷി ചെയ്യുന്ന ഒരു ഇടപാട് ഞങ്ങൾക്കുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ തുവര നിർവഹിക്കുന്നതും ഈ ഒരു പങ്ക് തന്നെയാണ്.
പിന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 5 or 6 വരുന്ന ഇനങ്ങൾ, പൂക്കളുടെ ഇനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു കാര്യം നിർവഹിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബന്ദിപ്പൂ, അതുപോലെ മാങ്ങാനാറി, സൂര്യകാന്തി, ചോളം, വെണ്ട. സാർ, ഞാൻ ഒരു ഇടപെട്ടോട്ടെ. അതായത് ഇപ്പം ഇത്തരം ചെടികളുടെ ഒരു നമ്മുടെ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമായതും ചില പ്രത്യേക കാര്യങ്ങൾ ഉള്ളതുമായിട്ടുള്ള ചെടികളാണല്ലോ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ തുവര, നെല്ലിൻ്റെ അതിർത്തിയിൽ ബണ്ടിൽ ഒരു ബോർഡറായിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്താണ് തുവരയുടെ ഈ പറയുന്ന കീടങ്ങളെ അകറ്റാനുള്ള പ്രത്യേകത? തുവര എന്ന് പറയുന്നത് പയർവർഗ്ഗത്തിൽ വരുന്ന ചെടിയാണ്. അപ്പോൾ പയർവർഗ്ഗങ്ങൾക്ക് നമ്മൾ പണ്ട് മുതലുള്ള ഒരു നിരീക്ഷണമാണ്, നമ്മുടെ ആൾക്കാർക്ക് അറിയാവുന്നതുമാണ്. ഇപ്പോൾ നമ്മുടെ പഠനങ്ങൾ അത് ശരിവെക്കുകയും ചെയ്യുന്നു. മണ്ണിൻ്റെ അടിയിൽ ഈ കുമിളിൻ്റെയും ബാക്ടീരിയയുടെയും അസുഖങ്ങളെ തടയാനുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് ഈ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്കുണ്ട്. കാരണം അതിൻ്റെ വേരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്രവം ഈ കുമിൾനാശിനിയായിട്ടും ബാക്ടീരിയ നാശിനിയായിട്ടും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ കാണുന്ന ബ്ലാസ്റ്റ്, പോളരോഗം, അതുപോലെ തന്നെ ബാക്ടീരിയൽ മഞ്ഞളിപ്പ്, ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മണ്ണിൻ്റെ അടിയിലുള്ള ലോകത്തെയും ചെടിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതും കൂടി നമ്മുടെ ഇതിൻ്റെ ഒരു ധർമ്മമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നെല്ലിൻ്റെ കാര്യത്തിൽ അത്രത്തോളം ഒരു ജൈവിക അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായും ഓർഗാനിക് റൈസ് എന്നുള്ള രീതിയിൽ, ജൈവ അരി എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് ഉൽപ്പാദനക്ഷമത താഴാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ഒന്നാമത്തത് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ, പാക്യജനകത്തെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൂടാതെ തന്നെ ഇത് മണ്ണിലേക്ക് ചേർക്കുന്നതിൻ്റെ ജൈവാംശം, പിന്നെ നേരത്തെ നിർവഹിക്കുന്ന ഇത്തരം ധർമ്മങ്ങൾ വരുമ്പം വലിയൊരളവ് വരെ നമുക്ക് രാസവളങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നൈട്രജൻ അടങ്ങിയിട്ടുള്ള യൂറിയ പോലത്തെ വളങ്ങളെ നമുക്ക് പകുതി കണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പരീക്ഷണങ്ങൾ ഇപ്പോൾ ശരിവെക്കുന്നു. അപ്പോൾ അത്തരമൊരു ധർമ്മമാണ് ഇതിലൂടെ നിർവഹിക്കാനായിട്ട് കഴിയുന്നത്, ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം കീടരോഗങ്ങൾ അകറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം അത് തന്നെയാണല്ലോ. വിഷം കഴിക്കുന്ന പച്ചക്കറികൾ, വിഷമുള്ള വാഴപ്പഴം, വിഷമുള്ള അരി, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് കീടങ്ങൾ ഒഴിവാക്കുന്നതോടുകൂടി തന്നെ നമുക്ക് കീടനാശിനികളുടെ പ്രയോഗം അത്ര കണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിവിധ ജില്ലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ അത് ശരിവെക്കുകയാണ്. ഒരു തുള്ളി മരുന്ന് പോലും അടിക്കാതെ ഈ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തതിലുള്ള ഒരൊറ്റ കാരണത്താൽ കീടനാശിനി. അങ്ങനെ ഒരു സക്സസ് സ്റ്റോറി തെളിയിക്കപ്പെട്ടിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പാലക്കാടിന് പറയാനുണ്ടോ? അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഇപ്പം ഞങ്ങളുടെ തൃത്താല, പട്ടാമ്പി മേഖലയിൽ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട്. അഴീക്കോട്, കണ്ണൂർ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് അതിന് സാധിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുകൂടാതെ വേറെ വടക്കഞ്ചേരി, പാലക്കാട്, അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും, ഈവൻ ഇടുക്കിയിലും നമുക്കത് സാധിച്ചിട്ടുണ്ട്. മരുന്നടിക്കാതെ കൃഷി നമുക്ക് വിജയിപ്പിക്കാനായിട്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിളകൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ പൂർണ്ണമായിട്ട് ജൈവിക രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിളയായിട്ട് നെല്ലിനെയും അതുപോലെ നല്ലൊരു പങ്ക് വരെ തെങ്ങിനെയും നമുക്ക് കരുതാം. പച്ചക്കറിക്ക് അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി പച്ചക്കറി വിളകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ പഴം പച്ചക്കറി മേഖലയിൽ പ്രധാനമായിട്ടും പാട്ട കർഷകരാണ്. അപ്പോൾ സ്വന്തം ഭൂമിയുള്ളവർക്ക് അനുവർത്തിക്കാൻ വരുന്ന ജൈവ കാർഷിക മുറകൾ പോലെയല്ല പാട്ട കർഷകർക്ക്. അത് കുറച്ചുകൂടി അവരുടെ ഓരോ നിമിഷത്തിനും വിലയുള്ളതാണ്. അപ്പോൾ സ്ഥലത്തിന് പാട്ടം കൊടുത്താണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഈ പച്ചക്കറി മേഖലയിൽ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് സാധ്യമാക്കാം? പാട്ടം എന്നുള്ളത് ഒരു വിഷയമല്ല ഇവിടെ. പാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ 1 കൊല്ലം 2 കൊല്ലത്തേക്കാണ് പാട്ടത്തിനെടുക്കാറ്. ആ ഒരു ഹ്രസ്വമായ കാലയളവിലും നമുക്ക് ഇത്തരം ഒരു അവസ്ഥാവിശേഷം ഈ ഒരു കൃഷിയിടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പൂക്കളുടെ ഒരു നിര, അല്ലെങ്കിൽ പൂക്കളുടെ ഒരു പറുദീസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിതിലാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട വിള ഏതാണ്, ആ വിളയ്ക്ക് 1 മാസം മുൻപേ ഈ ഒരു അവസ്ഥ നമ്മൾ ഒരുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കായിക വളർച്ച, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വള്ളി വീശുമ്പോഴേക്കും ഇവിടെ പൂക്കളുടെ നിര ശരിയായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വിജയിപ്പിക്കാം, അത്രയേ ഉള്ളൂ. അത് പാട്ടകൃഷി അല്ലാതെ കൃഷി എന്നുള്ള വലിയൊരു വ്യത്യാസമില്ല, വരുന്നില്ല. നമുക്ക് അവിടെയും ഇത് ഓക്കെയാണ്. സർ, പിന്നെ ഞങ്ങൾ ഈ പറയുന്ന പുഷ്പങ്ങൾ മിത്രകീടങ്ങളെ കൊണ്ടുവരുന്നു, കീടങ്ങളെ തുരത്തുന്നു, അതുപോലെ സ്രവങ്ങൾ മണ്ണിനകത്ത് ബാക്ടീരിയകളെയും ഫംഗസുകളെയും ഒക്കെ മാറ്റുന്നു. അതുകൂടാതെ എന്തൊക്കെ മറ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് പരിസ്ഥിതി പരിവർത്തന എക്കോളജിക്കൽ എഞ്ചിനീയറിംഗിലുള്ളത്? എക്കോളജിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രധാനപ്പെട്ടത് പറുദീസ, പൂക്കളുടെ പറുദീസ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ ജീവാണു വളങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ആവരണ വിളകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പയർവർഗ്ഗ കൃഷി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പച്ചില വള വിത്തുകൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഒപ്പം തന്നെ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്ന വിളമാറ്റം,
സ്ഥിരമായിട്ട് ഒരു വിള തന്നെ നമ്മളൊരു സ്ഥലത്ത് ചെയ്യാതിരിക്കുക. അത് പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. കർഷകർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഈ മൈക്കോറൈസയുടെ ഒരു അസോസിയേഷൻ, അത് കുമിളും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ചെടിയുടെ വേരുമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ മൂലം ഇതിനൊരു പ്രതിരോധ ശേഷി കൊടുക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഇതിൽ പ്രാവർത്തികമാക്കാം? നേരത്തെ ഇത് വാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പം മൈക്കോറൈസ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഏക്കറിന് 2 കിലോ വെച്ച് ജൈവവളവുമായി ചേർത്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരിന്റെ വളർച്ചയെ 7 ഇരട്ടിയോളം. എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? ജൈവവളവുമായി ചേർത്ത് മൈക്കോറൈസ, ബാം അഥവാ മൈക്കോറൈസ 2 കിലോ ഒരേക്കറിന് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ വേരിന്റെ വളർച്ച 7 ഇരട്ടിയോളം കൂട്ടുന്നതായിട്ടാണ് നമ്മുടെ കർഷകർക്ക്. ഈ വാം എവിടെ നിന്ന് വാങ്ങാൻ കഴിയും? നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കേന്ദ്രങ്ങളിലുണ്ട്, കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിലുണ്ട്. അതുകൂടാതെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും എക്കോ ഷോപ്പുകളൊക്കെ തന്നെ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും. എന്താണ് ഈ പറയുന്ന വസ്തു ചെയ്യുന്നത് മണ്ണിൽ? വേരിന്റെ വളർച്ചയെ കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു അസോസിയേഷനാണ്, ഒരു ബന്ധമാണ് വേരിന്റെ മണ്ണിൻ്റെ വേരുകളുമായിട്ടുള്ള പ്രത്യേക ബന്ധം. കാരണം ഫലത്തിൽ എന്ത് സംഭവിക്കുന്നാൽ വേരിന്റെ ധർമ്മം ഇത് നിർവഹിക്കുന്നുള്ളൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് 7 ഇരട്ടിയോളം കൂട്ടാനായിട്ട്, വേരുപടലത്തെ കൂട്ടാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പോൾ അത്രമാത്രം ജലം സംഭരിക്കാനായിട്ട് പറ്റും. ജലം ആഗീരണം, അതുപോലെ വളം ആഗീരണം. ഒപ്പം തന്നെ ഈ വേനൽക്കാലങ്ങളിൽ ഒരു പരിധി വരെ വരൾച്ചയെ സഹായിക്കാൻ വരെ ഇതുവഴി സാധിക്കുന്നുണ്ട്. സാർ, ഞാൻ പല രീതിയിലായിട്ട് പല ആർട്ടിക്കിളിൽ നിന്ന് കൂടി ഞാൻ കേട്ടിട്ടുള്ളതാണ് വില്വാദ്രി എന്ന് പറയുന്ന ഒരു നെല്ലിനെ പറ്റി. അതിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് സാറ് തന്നെയാണെന്നാണ്. സാർ, അതൊന്ന് വ്യക്തമാക്കാവോ? വില്വാദ്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പരീക്ഷണമായിരുന്നു. കർഷകരും മായിട്ട് ചേർന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ഒരു 3 വർഷം എടുത്തു ഞങ്ങൾക്ക് ആ പാടശേഖരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കീടനാശിനി അതുപോലെ തന്നെ കുമിൾനാശിനി ഒഴിവാക്കാനായിട്ട്. അന്ന് മുട്ടക്കാർഡ് കൊണ്ടുവന്നും ഫെർമോൺ കെണി കൊണ്ടുവന്നും, ട്രൈക്കോക്കാർഡ് ഓലചുട്ടിക്കെതിരെയും അതുപോലെ തന്നെ തണ്ടുവിരപ്പിനെതിരെയും കൊണ്ടുവന്ന്, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഫെർമോൺ കെണി അതും തണ്ടുവിരപ്പിനെതിരെ കൊണ്ടുവന്ന് 3 വർഷം കൊണ്ടാണ് ഞങ്ങൾ ആ പാടശേഖരത്തെ സ്റ്റെബിലൈസ് ചെയ്ത് ഒരു തുള്ളി പോലും കീടനാശിനി അടിക്കാതെ 3ാമത്തെ വർഷം 2005 തുടങ്ങി 2007 മുണ്ടകനായപ്പോഴേക്കും മരുന്നടിക്കാതെ ഞങ്ങൾക്ക് അരി ഉണ്ടാക്കാനായിട്ട് പറ്റി. അങ്ങനെ ഉണ്ടാക്കിയ അരി സാധാരണ വിലയ്ക്ക് കൊടുത്താൽ പോരാ, അതിനൊരു പ്രീമിയം വില കിട്ടണം എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ഞങ്ങൾ തന്നെ കുത്തി ഒരു പുഴുക്ക് അരിയാക്കി തവിട് നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കിയത്. അന്ന് 14 രൂപയ്ക്ക് അരി മാർക്കറ്റിൽ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് 20 രൂപ വെച്ച് ഞങ്ങൾക്ക് ജൈവരിക്ക് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ തുടരുന്നുണ്ട്. കാരണം ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി മാറിയതിൻ്റെ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും നമുക്കത് സാധിക്കും. എന്ന് മാത്രമല്ല, അതിൽ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബ്രാൻഡ് ചെയ്ത ഒരു അരി വളരെ സന്തോഷം സാറേ. നമുക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ 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 ആശാ, ഞാൻ സുഹർബാനാണ്. ചോദിക്കാം ടീച്ചർ. പിന്നെ ഈ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ഇതില് വാഴയിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? വാഴയിൽ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ വെക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ബന്ദിപ്പൂ, ചെണ്ടുമല്ലി മേരിഗോൾഡ്, ചെണ്ടുമല്ലി നമുക്ക് വാഴയിൽ വളരെ വിജയപ്രദമായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഇടപെടലാണ്. നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കീടശല്യം നമുക്ക് കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ആയിക്കോട്ടെ. അത് ഇപ്പൊ ചെയ്യുമ്പോഴത്തേന് ഓരോ വാഴയുടെ സൈഡിലാണോ ചെയ്യേണ്ട? ബണ്ട് നമ്മൾ വാഴ ബണ്ട് വെച്ച് വാഴ വെക്കുമ്പം ഈ വാഴയുടെ ഇടയിൽ 2 വാഴകൾക്കിടയിൽ നമുക്ക് ഓരോ തൈ വെച്ച് നമുക്ക് കൊടുക്കാം. ശരി, 2 വാഴകളുടെ ഇടയ്ക്ക് ഓരോ തൈ വെച്ച് കൊടുക്കാം. അത് ഇതെങ്കിലും ട്രൈ ചെയ്തിട്ട് താങ്കൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? അതാണ് അറിയാനാണ്. ഇത് പേഴ്സണലി ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ തന്നെ സുഹൃത്ത് തൃശ്ശൂരിൽ വേറെ സുഹൃത്ത് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന്റെ ആർട്ടിക്കിൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള കർഷകനിലെ. ശരി. അല്ല, അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് ചെറിയ ഈ വാഴ കൃഷി നമ്മുടെ പുരയിടത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. സുർബാൻ ടീച്ചറാണ്, എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്, പ്ലാൻ പത്തോളജിയിലെ ടീച്ചറാണ്. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം ടീച്ചർ. സാർ, നമുക്ക് തിരിച്ചു വരാം. നമുക്ക് പച്ചക്കറി മേഖലയാണ് നമുക്കിപ്പോൾ കേരളം ആശങ്കയോടുകൂടി നിൽക്കുന്നത്. കഴിക്കുന്നത് എന്തും വിഷമാണെന്നുള്ളൊരു ആശങ്ക കേരളത്തിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ പുരയിടത്തിൽ എങ്ങനെ നമുക്കിത് ചെയ്യാം? പച്ചക്കറിയിൽ
പച്ചക്കറിയിലെ കഴിഞ്ഞ മുണ്ടകൻ കഴിഞ്ഞ പാടശേഖരത്തിൽ പയർ ഞാൻ തന്നെ ചെയ്തിരുന്നു. എൻ്റെ പഞ്ചായത്തിൽ നാഗലശ്ശേരിയിൽ ഞാൻ ചെയ്തിരുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി സ്ഥലങ്ങളിൽ പട്ടാമ്പിയിലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അഴീക്കോട്, പ്രത്യേകിച്ച് അഴീക്കോട് 60 ഏക്കറിൽ നമ്മളൊരു സുഹൃത്ത് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് സ്ഥലം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ സ്ഥലങ്ങളിലും ചുറ്റു ബൗണ്ടറികളിലും നമുക്ക് പൂക്കളുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പറുദീസ നമുക്ക് ഒരുക്കിയെടുക്കാം. എന്ന് മാത്രമല്ല ഇതിലെ ചില പൂക്കൾ നമുക്ക് വിളയും കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാമെങ്കിൽ പയർ. ഇപ്പോൾ പയർ നമുക്ക് വിളയും കൂടിയാണ്. അപ്പോൾ പയറിലേക്ക് കുനിയന്മാരെ പയർ ആകർഷിക്കും. കുനിയൻ എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. അരക്ക് എന്ന് കണ്ണൂരിൽ പറയും. അപ്പോൾ അവരെ ആകർഷിക്കുന്നതോടുകൂടി ഇവരെ ശല്യം മെയിൻ ക്രോപ്പിൽ പ്രധാനപ്പെട്ട വിളയിൽ ഉണ്ടാവില്ല. പിന്നെ വരുന്നത് ബന്ദിപ്പൂവാണ്. ബന്ദിപ്പൂവും അതുപോലെ സൂര്യകാന്തി. ഞാൻ ഇടയ്ക്കൊന്നും ചോദിച്ചോട്ടെ, എനിക്കതൊന്ന് വ്യക്തമാക്കണം. അതായത് ഇപ്പം ആദ്യം നമ്മൾ പ്രധാന വിളയായിട്ടിടുന്നത് ഏതിനാണ് പയർ അതിൻ്റെ ട്രാപ്പ് ക്രോപ്പായിട്ട് മാറുന്നത്? പയർ കൃഷി ചെയ്യുമ്പോൾ ഈ കുനിയന്മാരെ ആകർഷിക്കുന്നത് ഏത് വിളയാണ്? പയറിൽ അത് നല്ലൊരു ചോദ്യമാണ്. പയറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ സാധാരണ പയർ ചെയ്യുന്നത് വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ പയർ ചെയ്യുമ്പോൾ നല്ല വിള കിട്ടുന്ന നല്ല ഉൽപ്പാദനം കിട്ടുന്ന പയറാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലോല അതല്ലെങ്കിൽ വേറെ സീഡ് കമ്പനിയിൽ ഒരുപാട് ഈ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പൊതുവെ ഇതിൻ്റെ ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ ആ ശല്യം കുറയ്ക്കാനായിട്ട് വിതപ്പയർ നമുക്ക് വരമ്പിലൂടെ വെച്ച് കഴിഞ്ഞാൽ വിതപ്പയറിലേക്ക് കുനിയന്മാർ ആകർഷിക്കപ്പെടുകയും നമ്മുടെ പ്രധാനപ്പെട്ട പയർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ വെണ്ട, ഈ പച്ചക്കറികളുടെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എന്ന് മാത്രമല്ല പച്ചക്കറികളുടെ പ്രധാനപ്പെട്ട ഒരു കീടം എന്ന് പറയുന്നത് വെള്ളീച്ച, ഈ നീരിട്ട് കുടിക്കുന്ന വെള്ളീച്ചയാണ്. അപ്പോൾ നമ്മൾ വെണ്ട ബൗണ്ടറിയിലൂടെ ചെയ്യുകയാണെങ്കിൽ വെള്ളീച്ചകളെ ആകർഷിക്കാനുള്ള കഴിവ് വെണ്ടയ്ക്കുണ്ട്. അപ്പോൾ വെള്ളീച്ചയുടെ ശല്യം നമ്മുടെ പ്രധാനപ്പെട്ട വിളയിൽ കുറഞ്ഞിരിക്കും. പ്രധാനപ്പെട്ട വിള വെള്ളീച്ചയുടെ ശല്യം വരുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്തൊക്കെയാണ് ആ എല്ലാ വിളകളിലും അത് കുറഞ്ഞിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ വെണ്ട നമുക്ക് ആദായം കിട്ടും ചെയ്യും. അത് നേരത്തെ പറഞ്ഞ പയറും നമുക്ക് ആദായം കിട്ടും. അപ്പോൾ അതാണ് ഇത് കോംപ്ലിമെൻ്ററി ആണ്. ഇത് ഇങ്ങോട്ടും നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യും. അത് കൂടാതെ നമ്മളെ വിളയായിട്ട് തരികയും ചെയ്യും. അപ്പോൾ ഇത്തരം ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ബന്ദിപ്പൂ, പിന്നെ നേരത്തെ പറഞ്ഞ സൂര്യകാന്തിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചലന്തികൾ ആകർഷിക്കാനുള്ള കഴിവ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ചലന്തികൾ കൂടുകൂട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ അവിടെ കീടശല്യം അത്ര കണ്ട് കുറവായിരിക്കും. പിന്നെ ബന്ദിപ്പൂവിൻ്റെ മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലുള്ള ലോകം, ഇതിനും ഒരു സ്രവം മണ്ണിലേക്ക് വിടുന്നുണ്ട്. നെമാവരകൾ നമ്മൾ കാണാത്തൊരു ലോകമാണ്. നെമാവരകൾ പലപ്പോഴും വലിയൊരു ശല്യമായി മാറാറുണ്ട് പച്ചക്കറികൾക്ക്. അപ്പോൾ നെമാവരകളെ അകറ്റാനുള്ളൊരു കഴിവ് ഈ ബന്ദിപ്പൂവിൻ്റെ വേരിൽ നിന്ന് വരുന്ന സ്രവങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ അത് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സാർ, ഇപ്പോൾ ചെലന്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വെള്ളീച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചെലന്തിയൊക്കെ ആണെങ്കിൽ മിത്രപ്രാണികളാണ്, പണ്ട് മുതലേ നമ്മൾ അംഗീകരിക്കപ്പെട്ട പ്രാണികളാണ്. അപ്പോൾ മിത്രപ്രാണികളുടെ നിരയിൽ പ്രത്യേകിച്ച് പച്ചക്കറി മേഖലയിൽ എന്തൊക്കെ മിത്രപ്രാണികളാണ് ഉള്ളത്? അവ എങ്ങനെയാണ് അതിൻ്റെ ജോലി ചെയ്യുന്നത്? പച്ചക്കറി മേഖലയിൽ പ്രധാനമായിട്ടും ഒന്ന് നേരത്തെ പറഞ്ഞ ചലന്തി, അതുകൂടാതെ തുമ്പികൾ വരും. തുമ്പികൾ തന്നെ പലതരം തുമ്പികളുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് വരുന്ന സുന്ദരിവണ്ട്, അഥവാ സുന്ദരിവണ്ടിനെ ലേഡി ബേർഡ് ബീറ്റിൽ എന്ന് പറയും. പിന്നെ അതുപോലെ ചെഞ്ചാഴി അഥവാ റെഡിവിഡ് ബീറ്റിൽ എന്ന് പറയുന്ന റെഡിവിഡ് ബീറ്റിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരു സാധനമാണ്, ബഗ്ഗാണ്. നീരൂറ്റി കൊടുത്ത് പ്രത്യേകിച്ച് ഈ ലെപ്പഡോപ്റ്റർ എന്ന് പറയുന്ന ഈ ശലഭങ്ങളുടെ പുഴുക്കളെ ലാർവയിൽ നിന്നും നീരൂറ്റി കുടിച്ച് കഴിയുന്ന സാധനം. ഇവരൊക്കെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് 15 മുതൽ 20ഓളം പ്രാണികൾ ഒരു ദിവസം ശാപ്പിടാൻ കഴിവുള്ളവരാണ്. ഈ കടന്നലുകളും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ചലന്തികളും ഈ റെഡിവിഡ് എന്ന് പറയുന്ന ചെഞ്ചാഴി അല്ലെ, ഇത്തരം കാര്യങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അളവിൽ ഇപ്പം ഞങ്ങളുടെ ഒരു അനുഭവം, കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം ഞങ്ങൾക്ക് അത് ശരിവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു തുള്ളി മരുന്നടിക്കാതെ കീടനാശിനി അടിക്കാതെ ഞങ്ങൾക്ക് കൃഷി വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കൊണ്ടുവരാം, മുട്ടക്കാടുകൾ കൊണ്ടുവരാം. ഈ അഴീക്കോട് കാര്യം പറഞ്ഞല്ലോ, ഞാൻ അതൊരു പുസ്തകത്തിൽ അതിൻ്റെ ഒരു സക്സസ് സ്റ്റോറി വായിക്കുകയുണ്ടായി. അഴീക്കോട് കൃഷിഭവന്റെ കീഴിൽ ഏതോ ഒരു സ്ഥലം മുഴുവൻ 60 ഹെക്ടറോളം, അഴീക്കോട് ചാൽ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അവിടെ ചെയ്തത്. ഞാനവിടെ നേരിട്ട് പോയിരുന്നു. ജിതേഷാണ് ചെയ്തത്. ഞാൻ അവിടെ പോയിരുന്നു. അത് കാണേണ്ടത് തന്നെയായിരുന്നു. കാരണം വളരെ ഭംഗിയായി വളരെ വിദഗ്ധമായ രീതിയിൽ അത് അവിടെ നടപ്പിലാക്കുകയും കർഷകരത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കൃഷിയിടത്തിൽ വന്ന് തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത് മാത്രമല്ല ജിതേഷ് ചെയ്ത അവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സോൺസാക്കി തിരിച്ചു. എക്കോ ഫ്രണ്ട്ലി സോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചുകൊണ്ട് മരുന്നടിക്കാത്ത സോണുകൾ തിരിച്ച് കർഷകർക്ക് അത് കാണാനും നാട്ടുകാർക്ക്, കാഴ്ചക്കാരുള്ള നാട്ടുകാർക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ അതിനെ പ്രത്യേക സോണുകളാക്കി തിരിച്ച് വരെ
ഡിമാർക്കേറ്റ് ചെയ്ത് അതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. സാർ അത് നല്ലൊരു കാര്യമാണ്. ഒരു കോളുണ്ട്, തിരിച്ചു വരാം. ഹലോ സാറേ, ഞാൻ അട്ടപ്പാടി നിന്നാണ് വിളിക്കുന്നത്, പാലക്കാട് ജില്ലയെ അട്ടപ്പാടി. ചോദിക്കാം, പേരെന്താണ്? ഞാൻ പേര് അജിമോൻ എന്നാണ്. ചോദിക്കാം. പാലക്കാട് ജില്ല. സാറേ, എനിക്ക് പയറ് പുതിയ രീതിയിൽ പയർ കൃഷി ചെയ്യാനാണ്. ലോലയാണ് ചെയ്യുന്നത്. ലോല വാണിജ്യാടിസ്ഥാനത്തിലാണ് ലോല കൃഷി ചെയ്യാൻ. ലോല പയറാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ജൈവ രീതിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാനായിട്ടാണ്. തീർച്ചയായിട്ടും. അതിനകത്ത് വരുന്ന ഒരു ഇതാണ് ഈ കൊമ്പൻചാഴിയുടെ ശല്യം കൂടുതലാണ്. റിപ്റ്റോർട്ടസ് പെഡസ്ട്രിസ് ആയിരിക്കും. കൊമ്പൻചാഴി ചാഴി നമുക്ക് ഇവിടെ ചെയ്യാവുന്നത് ഈ നേരത്തെ പറഞ്ഞ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗിന്റെ സാങ്കേതികത നമുക്ക് അവിടെ കൊണ്ടുവരാം. പിന്നെ ഇത് ഇദ്ദേഹം ചോദിച്ചതിൽ ഈ മത്തിക്കഷായത്തിന് ഇത് അകറ്റാനുള്ള ഒരു കഴിവ് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അത് അത്തരം കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാം. ഫിഷ് അമിനോ ആസിഡ്, മത്തിക്കഷായം എന്ന് നമ്മൾ പറയും. ഫിഷ് അമിനോ ആസിഡ് കൊണ്ടുവരാൻ വലിയൊരളവ് വരെ ഇത് അകറ്റാനായിട്ട് പറ്റും. പിന്നെ ഇത് കൂടാതെ ബിവേറിയ 5 മില്ലി 1 ലിറ്റർ വെള്ളം, കുറച്ച് 5 മില്ലിയുടെ കൂടെ കുറച്ച് ശർക്കരപ്പാക്കും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു 5 മില്ലി സൺഫ്ലവർ ഓയിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അത് അടിച്ചു കൊടുക്കുക. ഹലോ മാഡം, പിന്നെ ഈ എന്താണ് ഫിഷമിനോസിന്റെ കൂട്ട് എങ്ങനെയാണ് സാറ്? അത് മത്തി സാർ. ഫിഷമിനാസിഡ് വേറെ ഒന്നുമല്ല. 1 കിലോ ഏറ്റവും വില കുറഞ്ഞ ചാള ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. വില കുറഞ്ഞ ചാള കിട്ടുകയാണെങ്കിൽ അത് ഒന്ന് പതിയെ തണലത്തിട്ട് വാട്ടിയതിന് ശേഷം, വാട്ടുക എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടിയിലല്ല, തണലത്ത് വെക്കുക. വാട്ടി കിട്ടി കഴിഞ്ഞാൽ അത്ര തന്നെ ശർക്കര, ബെല്ലം, പ്ലാസ്റ്റിക്കിൻ്റെ വായു കടക്കാത്ത, അത് വെളിച്ചം കടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിട്ട് ഏകദേശം ഒരു 3 ആഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഊറൽ ഉണ്ടായി വരും. ആ ഊറൽ 10 മുതൽ 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. ഈ ചാഴിക്ക് നമുക്ക് വളരെ നന്നായിട്ട് പന്തം, എൻ്റെ കൃഷി സ്ഥലത്ത് പന്തം വെക്കാറുണ്ട് സന്ധിക്ക്. അതെന്തെങ്കിലും തുണി ചുറ്റി എണ്ണ ഒഴിച്ചിട്ട് പന്തം വെച്ചാൽ ഒരുപാട് 6 മണി മുതൽ 7 മണി വരെ ഒരു 3-4 ദിവസം വെച്ച് കൊടുത്താൽ ഒരുപാട് ചാഴി അതിനകത്ത് വീഴുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സാർ, ഇത് വളരെ കർഷകർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു സെഷൻ ആയിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള സമയമാണ്. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായതുകൊണ്ട് ഞാൻ പ്രേക്ഷകരെ ബാക്കി വെച്ച ചോദ്യങ്ങൾ അതിഥിയോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ്. അതിഥിയുടെ വിലാസം: PG കൃഷ്ണകുമാർ, കൃഷി ഓഫീസർ, നാഗലശ്ശേരി, പാലക്കാട് ജില്ല. ഫോൺ നമ്പർ 9426228311. വളരെ വിലപ്പെട്ട എന്നാൽ ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം തിരക്കുള്ള ഈ ഒരു വ്യക്തിത്വം പാലക്കാട് നിന്ന് സാർ നമുക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. നമുക്കായി ചെലവഴിച്ചിട്ടുള്ളത് സാറിന് കൃഷിദർശൻ്റെ പേരിലും നന്ദി അറിയിച്ചോളൂ.